ആരെങ്കിലും കണ്ട കുഴപ്പമാവുമല്ലോ. അയ്യോ, പ്രശ്നമായല്ലോ. താനായിരുന്നോ? പോരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ ഞങ്ങൾ എല്ലാവരെയും കുഴപ്പത്തിലാക്കി അടങ്ങുന്നാണോ? ഞാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കിയില്ലല്ലോ. കിരൺ അടിച്ച് റിവെഞ്ച് എടുക്കാൻ പോയതല്ലേ ഞാൻ. എന്നിട്ട് എന്താ നീ തിരിഞ്ഞു ഓടിയത്? അവളുമാരെ കുറിച്ച് ഓർത്തപ്പോ നീ പേടിച്ചു പോയാ? അല്ല, ഞാൻ അവരെ കണ്ടു. ആര്? റീന മേഡത്തെ. റീന മേഡോ? റീന മേഡം നിന്നെ കണ്ടോ? ഏയ് ഇല്ല എന്ന് തോന്നുന്നു. അയ്യോ, റീന മേഡം ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോ. കേറിങ്ങോട്ട്. ഹലോ, അതെ. ഈ മേഡത്തിന്റെ സംസാരം എപ്പോ തീരും? ഒന്നും മിണ്ടാതിരിക്കും. നമുക്ക് ഇവിടെ എഴുന്നേറ്റ് ഓടിയാലോ? റീന മാം പോവാതെ എണീറ്റ് പോരുത്. ഇരിക്കട അവിടെ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ദേഹം വേദനിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കും. പറ്റുന്നില്ല. ആ, അത് ഞാൻ പറഞ്ഞതാ. ഓക്കെ. എനിക്ക് തുമ്മാ വരുന്നു. തുമ്മി നിന്നെ കൊല്ലും ഞാൻ. സോറി 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 സോറി. ഞാനിപ്പോ നിലവിളിക്കും. അബദ്ധം കാണിക്കല്ലേ പ്ലീസ്. എന്റെ കാല് ചോർത്ത് കാല് മാറ്റം കൊടുക്കും. അയ്യോ അയ്യോ, സോറി 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 സോറി. ആ ശരി. നടക്കടാ. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നടക്ക്. ഇവൻ അലീനെ തല്ലാൻ പോയതല്ലേ, എന്നിട്ട് തല്ലിയോ? അലീനയും മിന്റു ഇവനെ തല്ലി ഓടിച്ച പോലെ ഉണ്ടല്ലോ. ഇവനെന്തിനാ പേടിച്ച് നിക്കുന്നേ? അവളുമാരെ അടിക്കാൻ പോയിട്ട് എന്താടാ പോയ വേഗത്തിലെങ്കിൽ തിരിച്ചു വന്നേ? അലീനെ അടിക്കാൻ പോയ ഇവനെ റീന മാമിനെ കണ്ടപ്പോ തിരിഞ്ഞോടി. റീനാമ അപ്പൊ ഇവനെ കണ്ടോ? കണ്ടില്ല. കാണും മുമ്പേ ഇവനെ ഞാൻ ഒളിപ്പിച്ചു. റീന മാം വന്നതുകൊണ്ട് അലീനയും മിന്നു എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. റീന മാം പോയി കഴിഞ്ഞെങ്കിൽ വീണ്ടും പോവായിരുന്നല്ലോ. എന്താടാ നീ പോന്നില്ലേ? ആരവേ, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. 24 മണിക്കൂറിനകം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് നീ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രി 12 മണിയാവുമ്പോ ഞങ്ങളത് ചെയ്തിരിക്കും. കിരണിനെ അലീനയും മിന്റു ആക്രമിച്ച അതേ സമയത്ത് തന്നെ ഞങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്ന് തിരിച്ചടി കൊടുത്തിരിക്കും. ആ തിരിച്ചടി അലീനയ്ക്കും മിന്റുവിനും താങ്ങാൻ പറ്റില്ല. അമ്മാതിരി പണിയാ ഞങ്ങൾ കൊടുക്കാൻ പോണേ. നിങ്ങളിപ്പൊ അവരുമായിട്ട് വെറുതെ ഒരു പ്രശ്നത്തിന് പോവണ്ട. ഞാൻ കൂടെ ഇല്ലാതെ നിങ്ങൾ പോവരുത്. ഇല്ല കിരൺ, നീ ഞങ്ങളെ തടയരുത്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ഫ്രണ്ട്സ്? അലീനയോട് പകരം ചോദിക്കാതെ ഇന്ന് നമ്മൾ ഉറങ്ങില്ല. അലീനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ല അവള്. അവള് നിങ്ങളെ ചതിക്കും. നേരിട്ട് അവളൊന്നും ചെയ്യില്ല. നമ്മള് നേരിട്ട് ചെയ്യും. ചതിയും വഞ്ചനയൊന്നും നമുക്കില്ല. നേർക്ക് നേർ തന്നെ ചെയ്യും. ഞാൻ കൂടെ ഇല്ലാതെ നിങ്ങൾ മാത്രം പോയി പ്രശ്നം ഉണ്ടാക്കല്ലേ. കിരൺ, നീ തന്നെയാണോ ഈ പറയുന്നത്? അവളുടെ തല്ലുകൊണ്ട വേദന നീ മറന്നോ? ആ വേദന നിന്റെ ദേഹത്തിന് വിട്ടുമാറും മുമ്പ് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ഞങ്ങള് പിന്നെ എന്തിനാ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് നടക്കണേ? എന്റെ പേടി നിങ്ങളെ കുറിച്ചാ.
അലീനോട് ഏറ്റുമുട്ടാൻ ചെന്ന് നിങ്ങൾ കുഴപ്പത്തിലാവരുത്. ഞാൻ കൂടെ ഇല്ല. ആ ഒരു ഓർമ്മ വേണം. ഭയം നമ്മുടെ വഴിയല്ലെന്ന് നീ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഇന്ന് രാത്രി 12 മണിക്ക് അലീനയ്ക്ക് ഞങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കും. അതിലൊരു മാറ്റമില്ല. വൃന്ദേ, ഞാൻ പറയുന്നത് ഇക്കാര്യം നിങ്ങളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനും കൂടെ വരാം. ആരവേ, നീ ഒന്ന് പോയി കിടന്നേ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എല്ലാവരും വന്ന് കിടന്നേ. വൃന്ദേ, വാ. വാ കിടക്കാം. സൂക്ഷിച്ച് കിടക്കാൻ ഹെൽപ്പ് ചെയ്യണം. അലീന, നിനക്കൊരു ടെൻഷനും ഇല്ലേ? ഞാനെന്തിനാ ടെൻഷൻ ആവുന്നു? ടെൻഷൻ ആവേണ്ട സംഭവങ്ങളൊന്നും ഇവിടെ നടന്നില്ലല്ലോ. എടി, 5 സുന്ദരികൾ നമ്മളെ അടിച്ചു കിടത്തൂന്ന് പറഞ്ഞ സമയത്തിന്റെ കാര്യത്തിലാ എനിക്ക് ടെൻഷൻ. അവളുമാര് നമ്മളെ 24 മണിക്കൂറിനകം അടിച്ചു കിടത്തൂന്നല്ലേ വെല്ലുവിളിച്ചിരിക്കുന്നത്. നീ അവരുടെ വെല്ലുവിളി ഓർത്തോണ്ടിരിക്കുവാണോ? ഇതൊക്കെ നീ അല്ലാതെ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുവോ? എടി, അവര് നമ്മളെ ടാർഗറ്റ് ചെയ്ത 24 മണിക്കൂർ സമയം തീരാൻ പോവുകയാ. അവളുമാരെ നീ വില കുറച്ച് കാണണ്ട. അവളുമാർ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. മിന്റു, ആദ്യം നീ 5 സുന്ദരികളോടുള്ള നിന്റെ പേടി മനസ്സിന്ന് കള. അതോടെ നീ എന്നെ പോലെ ചിന്തിച്ചു തുടങ്ങും. അലീന, നീ പറയുന്ന പോലല്ല കാര്യങ്ങള്. അവളുമാർ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എടീ, 24 മണിക്കൂറിനകം നമ്മളെ അടിച്ചു കിടത്തുന്ന ചലഞ്ച് ചെയ്തത് ആരാ? കിരണല്ല. പിന്നെ ഉള്ളത് വൃന്ദ, ഷൈനി, മേഘ. അവളുമാര് 3 പേര് വിചാരിച്ചാലും അലീന ഫെർണാണ്ടസിനെയും മിന്റു മിൽട്ടനെയും അടിച്ച് താഴെ ഇടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കിരണിന്റെ അവസ്ഥ കണ്ടിട്ടെ പാവങ്ങൾ ആവേശം മൂത്ത് വിളിച്ച് പറഞ്ഞത് ചെയ്യാനുള്ള ശേഷിയൊന്നും അവർക്കില്ല. കിരണാണ് പറഞ്ഞെങ്കിൽ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തേനെ. കിരണിന്റെ വാലുകൾ പറയുന്നത് ആര് കേൾക്കാനാ? അവരവിടെ കിടന്ന് കുരയ്ക്കട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഓക്കെ, നീ പറയുന്നതെല്ലാം ശരി തന്നെയാ. പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ അവളുമാര് തലയിൽ തുണിയിട്ട് നടക്കേണ്ടി വരും. ആ നാണക്കേട് ഒഴിവാക്കാൻ അവരെന്തെങ്കിലും ചെയ്യാതിരിക്കോ? അവരതിന് തുനിഞ്ഞിറങ്ങിയ അവർക്കും കിരണിന്റെ ഗതി തന്നെ ആയിരിക്കും. 3 എണ്ണവും കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന 3നെയും ചവിട്ടിക്കൂട്ടി മൂലക്കിടിഞ്ഞ് ഈ കൈക്കരുത്തെ കിരൺ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതറിയാൻ ആഗ്രഹമുള്ളവർ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അവളുമാര് വെറുതെ മാസ് ഡയലോഗ് അടിച്ചു വിട്ടതെന്നാണോ നീ പറയുന്നേ? ഫുൾ ഷോ ഓഫ്. നമ്മളോട് അങ്ങനെ പറഞ്ഞു പോയതിന്റെ നാണക്കേടില്ലേ വിഷമിച്ചിരിക്കുകയായിരിക്കും പാവങ്ങള്. അവരത് പറയുകയും ചെയ്തു, ചെയ്യാനും വയ്യ. അവരുടെ അവസ്ഥയെ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുമാരെ കൊണ്ട് അതൊന്നും നടക്കില്ല. ആ ഞാഞ്ഞൂലുകള് പറഞ്ഞത് കേട്ട് നീ പേടിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്കവരെ പേടിയൊന്നുമില്ല. എന്നാ പിന്നെ നീ എന്നെ പോലെ ചിന്തിക്കേ. 24 മണിക്കൂർ കഴിയട്ടെ. നാളെ നേരം വെളുത്തിട്ട് അവളുമാരെ നമുക്ക് അലക്കി വിളിപ്പിച്ചു കൊടുക്കാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അഞ്ച് സുന്ദരികൾ അടങ്ങിയിരിക്കോ? അതോ അവളുമാര് ഉറങ്ങിപ്പോയോ?